ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു ചക്കക്കുരു കൊഞ്ച് തോരൻ ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രോസൺ ചക്കക്കുരുവാണ്. ഇവിടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും കേട്ടോ. അതാണെങ്കിൽ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആയിട്ട് വരുന്നതാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേന് അതിൽ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് നല്ല രീതിയിൽ വഴറ്റണം. അതിനുശേഷം ഉണക്ക കൊഞ്ച് ചേർത്ത് നല്ല രീതിയിൽ വഴറ്റും. ഉണക്ക കൊഞ്ച് ക്ലീനാക്കി റെഡിയാക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് വഴണ്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ചക്കക്കുരു ഇട്ട് നല്ല രീതിയിൽ വഴറ്റുക. വഴണ്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഒന്നുകൂടെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമ്മളിത് വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. ഈ ഫ്രോസൺ ആയതുകൊണ്ടായിരിക്കും ഈ ചക്കക്കുരുവിന് ഇച്ചിരി വേവ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചാണ് വേവിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് നോക്കാമെങ്കിൽ ചക്കക്കുരു നല്ല രീതിയിൽ വെന്തതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പീര് ചേർക്കുക. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് ചേർക്കുക. നമ്മുടെ സിമ്പിളായിട്ടുള്ള ചക്കക്കുരു കൊഞ്ച് തോരൻ റെഡി.